ഹായ് എവ്രി വൺ. സോ ഐ ആം ബാക്ക് വിത്ത് ഡേ 4. അതായത് ഇന്നത്തെ 4ാമത്തെ ട്രൈ ഹാക്മി സോക്ക് ലെവൽ 1-ലെ റൂമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ റൂം പറയുന്നത് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്താ വെച്ചാൽ, മെയിൻ എയിം എന്താ വെച്ചാൽ സിസ്റ്റം ആസ് ആൻ അറ്റാക്ക് വെക്ടർ. ഇത് പ്രാക്ടിക്കലാണ്, ഇതൊരു പ്രീമിയം റൂമാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 മെയിൻ സാധനങ്ങളാണ്. അതായത് എന്താണ് സിസ്റ്റത്തിൻ്റെ റോൾ എന്താണ്, അതേപോലെ റിയൽ വേൾഡ് അറ്റാക്ക് ഉണ്ടാവും ഈ സിസ്റ്റത്തിന് റിഗാർഡ് ചെയ്തതിൽ ഏതൊക്കെയാണ്, പിന്നെ 2 പ്രാക്ടിക്കൽ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ നമുക്ക് ജോയിൻ ദിസ് റൂം എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ വെച്ചാൽ ഡെഫിനിഷൻ ഓഫ് സിസ്റ്റം. അപ്പോൾ സിസ്റ്റം എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. സോ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് റൂമിൽ പറഞ്ഞു, നമ്മൾ നെറ്റ്വർക്ക് പറയുന്നതിൽ ഒരു ഗേറ്റും ഉണ്ടാകും, ഗേറ്റ് കീപ്പർ ഉണ്ടാകും. അതായത് ഗേറ്റ് കീപ്പർ ആകുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഗേറ്റ് ചാടി പോകാം, അല്ലെങ്കിൽ ഗേറ്റ് കീപ്പറോട് ചോദിക്കാം എൻ്റെ ഒന്നകത്ത് കയറ്റു, അതേപോലത്തെ. അതായത് നമ്മൾ ഫിഷിങ് പഠിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം ഈ ഗേറ്റ് കീപ്പറിന് മനസ്സിലായി ഈ ഫിഷിങ് വരുന്ന ആൾക്കാരെയും അതേപോലെ ഡീഫേക്കൊക്കെ മനസ്സിലായി. സോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പെർമിഷൻ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു വഴി, അതായത് യൂസർ വഴി നമുക്ക് കയറുന്ന പരിപാടി നടക്കത്തില്ല. സോ അങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, സിസ്റ്റം വഴി എങ്ങനെ കയറാൻ പറ്റുന്നത്. സോ വിത്തൗട്ട് യൂസേഴ്സ് ഇല്ലെങ്കിൽ, സിസ്റ്റം പറയുന്ന സാധനം ഇൻസെക്യൂർ ആണെങ്കിൽ യൂസേഴ്സിന് അറ്റാക്കേഴ്സിന് യൂസേഴ്സിനോട് ചോദിക്കാതെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പം സിസ്റ്റം വേണം എന്താ വെച്ചാൽ, നമ്മൾ ആലോചിക്കാം, നമ്മൾ ബാങ്കിലാണെങ്കിൽ കാർഡ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇമെയിലൊക്കെ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, നമ്മുടെ സിസ്റ്റത്തിൽ. അതായത് ഫിസിക്കൽ സെർവർ ആവാം, അല്ലെങ്കിൽ വെർച്വൽ മെഷീൻ ആവാം, അല്ലെങ്കിൽ ക്ലൗഡ് പ്ലാറ്റ്ഫോമായ മൈക്രോസോഫ്റ്റ് 365 ആവാം. സോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കുറച്ച് ക്രൂഷ്യലാണ്. അതായത് അറ്റാക്കേഴ്സിന് ഏതെങ്കിലും ഒരു മെയിൽ ബോക്സ് ബ്രീച്ച് ചെയ്യാൻ വിചാരിക്കുക, അതായത് ബ്രേക്ക് ചെയ്യാണ് ഫിഷിംഗ് വഴി. അപ്പോൾ എന്താ, ഒരു സിംഗിൾ മെയിൽ ബോക്സ് കോംപ്രമൈസ് ആയാൽ അവർക്ക് ഓൾമോസ്റ്റ് ലൈക്ക് അത് റിലേറ്റ് ചെയ്തുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ബ്രീച്ച് ആക്കാൻ പറ്റും, അതായത് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ബ്രീച്ച് സിസ്റ്റം ഉണ്ട്, അറ്റാക്ക്ഡ് വ്യൂ ഉണ്ട്. അതായത് ഒരു സ്കൂൾ സ്റ്റുഡൻറ്റ് ലാപ്ടോപ്പ് മുമ്പിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ അറ്റാക്ക് വാല്യൂ എന്താ കിട്ടുക, അവർക്കൊരു സ്റ്റീം പ്രൊഫൈൽ അതിന് പിന്നെ PC ടു ബോട്ട് നെറ്റിലൊക്കെ ആഡ് ആക്കാൻ പറ്റും. പക്ഷേ അതേപോലെ ഒരു സീനിയർ IT അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സീനിയർ IT അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ലാപ്ടോപ്പിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ഇൻറ്റേർണൽ ബാങ്കിങ് സിസ്റ്റം ആക്സസ് കിട്ടും. അതേപോലെ ഇപ്പം ഈ ക്രിമിനൽ ലോ കമ്പനിയിലെ മെയിൽ സെർവർ ആക്സസ് ആക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ മെയിൽ ബോക്സ് നോക്കിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും വിക്ടിംസിനെ. അതേപോലെ അടുത്ത ഓപ്ഷനാണ്, ഇങ്ങനെ 2 ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. സോ അതെന്താ വെച്ചാൽ, ഇൻഡസ്ട്രിയൽ നെറ്റ്വർക്ക് ആണെങ്കിൽ അവിടുത്തെ സെർവർ ആക്കുകയാണെങ്കിൽ എൻക്രിപ്റ്റ് ഓൾ ദ നെറ്റ്വർക്ക് വിത്ത് റാംസം അപ്പോൾ റാംസം ചോദിച്ച് വാങ്ങാൻ പറ്റും. അതേപോലെ ഗവൺമെൻറ് വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്കുള്ള സിസ്റ്റം. എന്താണ് സിസ്റ്റത്തിൽ എന്തൊക്കെ വന്നാൽ എന്തൊക്കെ അവർക്ക് കിട്ടും എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് കാരണം വിക്ടിമിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ല, അതായത് യൂസേഴ്സ് ഇല്ലാതെ ഈ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ യെസ്. അടുത്തത് ക്യാൻ എ ബ്രീച്ച്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ജസ്റ്റ് എ സിംഗിൾ സിസ്റ്റം ലീഡ് ടു ഡിസാസ്റ്റർ കോൺസിക്വൻസ്. ഈ ഒരു സിംഗിൾ സിസ്റ്റത്തിലുള്ള ബ്രീച്ച് കാരണം കുറേ പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത്. അത് ഭയങ്കര പോസിബിളാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സെർവറിലേക്ക് വിത്തിൻ എ നെറ്റ്വർക്കിൽ ഒന്നിന് കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും ഒരു സെർവറിലേക്ക് പോവുകയാണെങ്കിൽ. അതായത് ഫുൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഫുൾ സിസ്റ്റം തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആണ്, അതേ അറ്റാക്ക് വരുന്നത് മിറ്റിഗേറ്റ് ചെയ്യണം ഇൻ ദ പോസിബിൾ ലെവൽ. സോ ഇവിടെ നമുക്ക് യെസ് നോടുക. ഇനി അടുത്തതാണ് നോക്കുന്നത്, ടാസ്ക്കാണ് അറ്റാക്സ് ഓൺ സിസ്റ്റം. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് അറ്റാക്കാണ് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നത്. ഫസ്റ്റാണ് ഹ്യൂമൻ ലീഡ് അറ്റാക്ക്. അതായത് ഹ്യൂമൻ കാരണം, അതായത് ചില അറ്റാക്സ് ഒക്കെ നമ്മളാണ് കൊണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ, നമുക്ക് റോഡ് സൈഡിൽ നിന്ന് ഒരു സ്ട്രീറ്റിൽ നമുക്ക് USB കിട്ടി, നമ്മൾ അതുണ്ടാക്കി നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തു, ഒരു മാൽവെയർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡായി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിസ്ക് അതും ചാൻസ് ആവാം. അല്ലെങ്കിൽ വീക്ക് പാസ്വേഡ് നമ്മൾ എല്ലാത്തിലും ഉപയോഗിക്കുന്നതാവാം, അതായത് എവിടെ നമ്മൾ ലോഗിൻ ചെയ്യുന്ന 1 2 3 4 അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീക്ക് പാസ്വേഡ് കൊടുക്കുന്നത് ഒരു ചാൻസ് ആവാം. ഹ്യൂമൻ കാരണം ഉണ്ടാകുന്ന അറ്റാക്ക് ആവാം. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ 81 ഓഫ് ബ്രീച്ച് ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ, ഒന്നെങ്കിലും ബ്രീച്ച്ഡ് പാസ്വേഡ്, അതായത് ബ്രോക്കൺ പാസ്വേഡ് വീക്ക് പാസ്വേഡ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ സ്റ്റോളൻ പാസ്വേഡ് കാരണമാണ്.
അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മളെ പാസ്വേഡ് പോയി ചെക്കൗട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ അടുത്ത വൾനറബിലിറ്റി എന്താ വെച്ചാൽ അതിൽ പറയുന്നത് സപ്ലൈ ചെയിൻ പറഞ്ഞാൽ നമ്മൾ പി സി, അതായത് നമ്മൾ പി സിയിൽ കുറേ ആപ്സ് ഉണ്ടാവും. അത് വെബ് ബ്രൗസേഴ്സ്, മെസ്സേജസ്, ഡെവലപ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാവും. എവറി ആപ്പ് ഓരോ തൗസൻഡ്സ് ഓഫ് ലൈബ്രറീസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു അറ്റാക്കറിന് ഏതെങ്കിലും ഒരു ആപ്പോ ഏതെങ്കിലും ലൈബ്രറി ബ്രീച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കാരണം അവർക്ക് എല്ലാ യൂസേഴ്സിനും, അതായത് കണക്ട് ചെയ്ത് ഓൾമോസ്റ്റ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് സപ്ലൈ ചെയിൻ അറ്റാക്ക് എന്നത്. ഇതാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ട്രൈ ഹാക്ക് മീ വരെ ഒരു പ്രാവശ്യം ഈ ഒരു സപ്ലൈ ചെയിൻ അറ്റാക്കിന് വിക്ടിമായിട്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ ടേം ഓഫ് സെക്യൂരിറ്റി ഫ്ലോ ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലോയിറ്റഡ് ടു ബ്രീച്ച് എ സിസ്റ്റം. അപ്പോൾ എന്താ, എന്ത് ടേമാണ്, ഏത് സെക്യൂരിറ്റി ഫ്ലോൻ്റെ ടേം ഏതാണ് നമ്മൾ പറയുന്നത്? വൾനറബിലിറ്റി ആണ് ആ ഒരു ടേം കേട്ടോ. ദെൻ വൾനറബിലിറ്റി എനിക്ക് തോന്നുന്നു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, വൾനറബിലിറ്റീസ് എന്നുള്ളത് വയ്യാക്കാം. ഓക്കെ. ഇനി അടുത്തെന്താ വെച്ചാൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ അറ്റാക്ക്? മാൽവെയർ. അതായത് നമ്മുടെ ആപ്പ് ലൈബ്രറി ട്രസ്റ്റ് ചെയ്ത് വരുന്ന അറ്റാക്കിൻ്റെ പേരെന്താണ്? സപ്ലൈ ചെയിൻ. ഇനി എന്താണ് വൾനറബിലിറ്റീസ്? ഒന്ന് സോഫ്റ്റ്വെയർ വൾനറബിലിറ്റീസ് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ചില സമയത്ത് നമുക്ക് അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ പി സി വൾനറബിലിറ്റി, അതായത് ചിലപ്പോൾ കുറേ വർഷങ്ങളെടുക്കും ഒരു അറ്റാക്ക് കണ്ടുപിടിക്കാൻ. അതായത് ഫോർ എക്സാമ്പിൾ അതിനാണ് പറയുന്നത് ഷെർലോക്ക്. അതായത് 1992 ഒരു അറ്റാക്ക് ഉണ്ടായി, പക്ഷെ അത് വൾനറബിലിറ്റി ഉണ്ടായി, ഒരു ഫ്ലോ ഉണ്ടായി സെക്യൂർ സോഫ്റ്റ്വെയറിൽ. അത് 2014 കണ്ടുപിടിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു നമ്മളെ വേഴ്സ്റ്റ് കേസ് എന്താ വെച്ചാൽ അറ്റാക്കർ അത് പെട്ടെന്ന് കണ്ടുപിടിച്ചു. സോ അതിനാണ് നമ്മൾ 0 ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് സ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യണം, ഇൻ ടൈം നമ്മൾ കണ്ടുപിടിക്കണം. സോ ഒരാഴ്ച വൾനറബിലിറ്റി പബ്ലിക് ആക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കോമൺ വൾനറബിലിറ്റി ആൻഡ് എക്സ്പ്ലോഷർ എന്ന നമ്പറിലാണ് നമ്മൾ സേവ് ചെയ്തെക്കുക. നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്തിട്ട് സെർച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു PDF ഒരു സൈറ്റ് കാണാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ഇവിടെയുള്ള വൾനറബിലിറ്റീസ് കാര്യങ്ങളൊക്കെ CEV ഷോർട്ടായി പറ്റാം, ഇതാണ് ആ സൈറ്റ്. എന്തൊക്കെയാണ് പബ്ലിക് ആയിട്ടുള്ള വൾനറബിലിറ്റീസ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആൻഡ് ഒരു നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ലിസ്റ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഏതൊക്കെ ടൈപ്പാണ്. സോ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് നോക്കുമ്പം അതിൻ്റെ റിപ്പോർട്ട്, റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. സോ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം. അതായത് CVE, അതായത് കോമൺ വൾനറബിലിറ്റീസ് ആൻഡ് എക്സ്പ്ലോഷറിൽ 2017. അപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 2017 നടന്ന അറ്റാക്കാണിത്. അതിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണ് ഇതിൽ കൊടുത്തിരുന്നത്. ഇനി റെസ്പോണ്ടിങ് ടു വൾനറബിലിറ്റീസ് വന്ന് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? ഒന്നെങ്കിൽ നമ്മൾ ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യണം. നമ്മളെന്താ ട്രസ്റ്റഡ് IP അഡ്രസ്സിലേക്ക് മാത്രമുള്ള പെർമിഷൻ കൊടുക്കുക. പിന്നെ ടെമ്പററി ആയിട്ടുള്ള മെഷേഴ്സ് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് നമ്മൾ അൺയൂഷ്വൽ IPS അല്ലെങ്കിൽ WAF ഒക്കെ ബ്ലോക്ക് ചെയ്യാണ് പറയുന്നത് ഒരു പാറ്റേൺ കണ്ടാൽ. ഓക്കെ. അപ്പം ഇപ്പോൾ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ CV ഓഫ് ദ ക്രിട്ടിക്കൽ ഷെയർ പോയിൻറ്റ് വൾനറബിലിറ്റി ടൂൾ? അപ്പോൾ എന്താ വെച്ചാൽ ടൂൾ ഷെല്ലിൻ്റെ CV എത്രയാണ് നോക്കാനാണ് പറയണത്. സോ ആക്ച്വലി നമുക്ക് ഇതിലില്ല, നമുക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ആക്കാം. സോ ജസ്റ്റ് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ സെർച്ച് ആക്കാനും പറ്റും. നമ്മൾ മെമ്പർ ആവണം. സോ നമുക്കിവിടെ വൾനറബിലിറ്റി CV നോക്കാം. ഓക്കെ, 2025 53770. സോ ഇതാണ് ആ ഒരു ടൂൾ ഷെല്ലിൻ്റെ നമ്പർ. യെസ്. പിന്നെ ഹൗ വുഡ് യു റെസ്പോണ്ട് ടു ഡിറ്റക്ട് എ വൾനറബിലിറ്റി ഓൺ എ സിസ്റ്റം? നമ്മുടെ സിസ്റ്റത്തിൽ ഒരു വൾനറബിലിറ്റി കണ്ടാൽ നമ്മളത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ? നമ്മൾ എന്താക്കണം? പാച്ച് ചെയ്യണം. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഹോള് കണ്ട് നമ്മളത് അടയ്ക്കണം. ഇനി അടുത്ത് മിസ്കോൺഫിഗറേഷൻ. സോ മിസ്കോൺഫിഗറേഷൻ ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ വി ക്യാൻ സേ ലൈക്ക് മിസ്കോൺഫിഗറേഷൻ പറഞ്ഞ ബഗ്ഗല്ല, അതൊരു എന്താ പറയുക, ഒരു ഓഫ്റ്റൻ IT ടീമിന് ഉണ്ടാകുന്നൊരു മിസ്റ്റേക്കാണ്.
അതായത് ചില സമയത്ത് നമ്മൾ പാസ്വേഡ് ഉപയോഗിക്കുന്ന 1111 അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന 411 അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ലോങ് ടേം പാസ്വേഡിൻ്റെ പകരം കൊടുക്കുകയാണെങ്കിൽ അറ്റാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് IT ടീമിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവുന്നത്. സോ ഇത് മൂന്നാണ് കുറച്ച് അറ്റാക്സ് ആണ് ഇവിടെ പറയുന്നത് ഈ ഒരു മിസ്കോൺഫിഗറേഷൻ കാരണം ഉണ്ടായത്. അപ്പം ഇതിലെന്താ പറയുക, ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണ്, എന്തൊരു കോമൺ സിനാരിയോ ആണ് IT ഡിപ്പാർട്ട്മെൻറ്റ് അവരെ പോലെ അറിയാതെ ഒരു വീക്ക് അല്ലെങ്കിൽ ഒരു വൾണറബിലിറ്റി ഉണ്ടാക്കുന്നത്. അതായത് ഒരു ലേറ്റസ്റ്റ് SQL ഡാറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ആ ഒരു ഡാറ്റാബേസിലിട്ട് അതിൻ്റെ പാസ്വേഡ് 111 എന്ന് കൊടുത്ത് പിന്നെ അത് ഡിസേബിൾ ദ ഫയർവാൾ ഫോർ ദ ഡാറ്റാബേസ്, അതായത് ഒരു സെക്കൻഡ് മിസ്കോൺഫിഗറേഷൻ ആണ് ഇവിടെ, അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഫസ്റ്റ് മിസ്കോൺഫിഗറേഷൻ പാസ്വേഡാണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ ഈ ഒരു അറ്റാക്ക് ഉണ്ടായി, നമ്മൾ ഡാറ്റാസൊക്കെ സ്റ്റീൽ ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു സിറ്റുവേഷൻ പറയുന്നത്. സോ ഇങ്ങനത്തെ വന്നാൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? പെൻ ടെസ്റ്റേഴ്സ് ഇതാക്കണം, നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സിനെ ഹയർ ചെയ്തിട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമ്മളത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അറ്റാക്കേഴ്സിനെ സ്റ്റിമുലേറ്റ് മനസ്സിലാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ വൾണറബിലിറ്റീസ് എന്തെങ്കിലും കണ്ടുപിടിക്കണം. പിന്നെയാണ് വൾണറബിലിറ്റി സ്കാൻ, അതായത് പീരിയോഡിക്കലി റൺ ടൂൾസ് ദാറ്റ് ക്യാൻ ഡിറ്റക്ട് ദ ഡിഫോൾട്ട്. എന്താ കുറച്ച് ടൂൾസ് ഇങ്ങനത്തെ പാസ്വേഡ് വീക്ക് പാസ്വേഡ് എവിടേക്കാണ് കൊടുത്തത് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് സോഫ്റ്റ്വെയർസ് എവിടെയുള്ളത്, അങ്ങനത്തെ കുറച്ച് ടൂൾസ് യൂസ് ചെയ്യണം. പിന്നെ കോൺഫിഗറേഷൻ ഓഡിറ്റ്, അതായത് മാനുവലി തന്നെ ഓരോ സിസ്റ്റത്തിന് നമ്മൾ റിവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ക്യാൻ എ സിസ്റ്റം പാച്ച് ഓർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ക്യാൻ മിസ്, ഒരു നമ്മൾ സിസ്റ്റത്തിന് നമ്മൾ പാച്ച് ചെയ്തത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ഒരു മിസ്കോൺഫിഗറേഷൻ ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. സോ മുമ്പൊക്കെ നോ എന്ന് പറയേണ്ടി വരും, കാരണം എന്താ വെച്ചാൽ പോസിബിൾ അല്ല. ചിലപ്പോൾ ചില മിസ്കോൺഫിഗറേഷൻ ഒന്നും പാച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണം കോൺഫിഗർ ആക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ മര്യാദയ്ക്ക് അനലൈസ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നോ ആണെന്ന്. അതെ. പിന്നെ അടുത്തത്, വിച്ച് ആക്ടിവിറ്റി ഇൻവോൾവ് ആൻഡ് ഓതറൈസ് സൈബർ അറ്റാക്ക് ടു ഡിറ്റക്ട് ദ മിസ്കോൺഫിഗറേഷൻ. അപ്പോൾ ഇങ്ങനത്തെ മിസ്കോൺഫിഗറേഷൻ കണ്ടുപിടിക്കേണ്ടത് ഏത് വഴിയാണ്? പെൻ ടെസ്റ്റിംഗ്. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് ഉണ്ട്. സെയിം എന്താണ് പാച്ച് മാനേജ്മെൻറ്റ്, ട്രെയിനിങ് IT, നെറ്റ്വർക്ക് പ്രൊട്ടക്ഷൻ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സൈറ്റ് പോകാം. എനിക്ക് നമ്മൾ ലാസ്റ്റ് ലാബിൽ ചെയ്ത ഒരു ബാക്കി രണ്ടെണ്ണത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 ഫ്ലാഗ്സ് കിട്ടും ആൻഡ് വി വിൽ കൺക്ലൂഡ് ദിസ്. സോ ഇതൊരു ട്രൈഹാക്മീൻ്റെ ഇതാണ്, എൻ്റെ അല്ല, ബട്ട് ഞാനൊരു റെഫറൻസിന് വേണ്ടി എടുത്തായിരുന്നു. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രൈഹാക്മീ മീഡിയത്തിലൊക്കെ പോയി ട്രൈഹാക്മീൻ്റെ ഇത് കാണാൻ പറ്റും. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലിലേക്ക് പോവാം. ഓക്കെ, സോ സിസ്റ്റം അറ്റ് റിസ്കിൽ പോവാം. അപ്പോൾ ഇത് വായിച്ച് നോക്കാം. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഒരു പെൻ ടെസ്റ്റിംഗ് ടീം റിപ്പോർട്ട് ചെയ്തു അവരുടെ ഒരു എക്സ്ചേഞ്ച് മെയിൽ സെർവറിൽ ഒരു CV 2024-4904 എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അവർ ബ്രേക്ക് ആക്കാൻ നോക്കി സെർവറിന്, ബട്ട് CV കാരണം അവർക്ക് കുഡ് ഡു സിൻസ് അവർ സെർവർ ഈസ് ഇൻ്റർനെറ്റ് എക്സ്പോർട്ട്. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല. സോ നമ്മൾ എന്താ ആക്ഷൻ എടുക്കാമെന്ന് ചോദിക്കുന്നത്. സോ ഇഫ് യു ഗൈസ് വാണ്ട് നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് സെർച്ച് ആക്കി നോക്കാം എന്താണ് ഈ ഒരു അറ്റാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സ്ചേഞ്ച് സെർവർ സ്പൂഫിംഗ് വൾണറബിലിറ്റി ആണ് നടന്നത്. സോ ഈ ഒരു വൾണറബിലിറ്റി കാരണം ഇവർക്ക് എങ്ങനെയൊക്കെയാണ് പാച്ച് ചെയ്യേണ്ടത്, അതായത് ഈ ഒരു CV കാരണം നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൽ വൾണറബിലിറ്റീസിൻ്റെ പാച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി. ബട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് നോക്കുമ്പോൾ ഫസ്റ്റ് എന്താ വെച്ചാൽ IT ടീം ടു ഇമ്മീഡിയറ്റ്ലി ചേഞ്ച് പാസ്വേഡ്, എല്ലാം മെയിൽ യൂസേഴ്സിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ IT ടീമിനോട് പറയാം പാച്ച് അപ്ലൈ ചെയ്യാനും അപ്ഡേറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനും, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ടു ആക്സസ്, ഈ ഒരു മെയിലിലേക്കുള്ള ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ഓൾറെഡി പാച്ച് ചെയ്തുകൊണ്ട് നമുക്കിത് നമുക്ക് പാച്ച് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തത് എന്താ പറയുന്നത് വെച്ചാൽ ഒരു കോപ്പറേറ്റീവ് വെബ്സൈറ്റ് ഒരു റിസ്കിലാണ്. അതായത് ഒരു അറ്റാക്കർ അഡ്മിൻ പാനലിലേക്ക്, അത് അറ്റാക്കർ വേർഡ്പ്രസ് വെബ്സൈറ്റിലെ അഡ്മിൻ പാനലിലേക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് കയറി ആൻഡ് മെയിൻ വെബ് പേജിൻ്റെ അവിടെ ഒരു മാൽവെയർ ലിങ്ക് ഗ്യാബ് ആഡ് കൊണ്ടുവച്ചു. നമ്മൾ എന്ത് ചെയ്യണമെന്ന്, ഒന്നെങ്കിൽ റീസ്റ്റോർ ദ വെബ്സൈറ്റ് ഫ്രം ദ ബാക്കപ്പ് ആൻഡ് ഒരു
ബാക്കപ്പ് ഒന്ന് പുതിയ ആ വെബ്സൈറ്റ് കൊണ്ടുവരാൻ അതിൻ്റെ അലേർട്ട് ക്ലോസ് ചെയ്യാനാണ് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ വെബ്സൈറ്റും അപ്ഡേറ്റ് ചെയ്യുക ലേറ്റസ്റ്റ് വേർഷനായിട്ട്, അല്ലെങ്കിൽ അഡ്മിൻ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക ടു സെക്യൂർ ആയിട്ട്. സോ ഈ സിറ്റുവേഷൻ ഐ തിങ്ക് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യുക ചെയ്യേണ്ടത്. ഇതെന്താ വെച്ചാൽ ഒരു ത്രെഡ് ഇൻ്റലിജൻസ് അലേർട്ടാണ്. അതായത് നമ്മൾ നെയ്ബർ കമ്പനി ഒരു റാൻസംവെയർ അറ്റാക്ക് ഒരു വീക്ക് മുമ്പ് ഉണ്ടായി. സോ അവർ നമ്മളോട് പറഞ്ഞു ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ ഓൾഡ് സിസ്കോ ഫയർവാൾ ഉണ്ടായതാണ്. സോ നമ്മളോട് ആ മിസ്റ്റേക്ക് ഉണ്ടാവരുത്, അതുകൊണ്ട് നമ്മൾ സിസ്കോ ഡിവൈസ് ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ ഓൾ ദ കോപ്പറേറ്റീവ് ഫയർവാൾ, എന്താ നമ്മളെല്ലാ ഫയർവാളും പാച്ച് ഡു നോട്ട് ഹാവ് CV ഒന്നും ഇല്ലാത്തനുസരിച്ച് പാച്ച് ആക്കുക. സിസ്കോ ഡിവൈസ് മാറ്റിയിട്ട് വേറെ കൊടുക്കാം. ഫയർവാളിൽ ഡിസേബിൾ ചെയ്യാം. സോ വി ഹാവ് ടു എൻഷുർ നമ്മളെന്താ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അടുത്തെന്താ വെച്ചാൽ നമ്മളൊരു അൺയൂഷ്വൽ സ്പൈക്ക് നമ്മളൊരു സെക്യൂരിറ്റി ഇവൻറ്റിൽ നമ്മൾ കണ്ടു ഡിസൈനേഴ്സ് ലാപ്ടോപ്പിൽ. സോ നോക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ 3D ഡിസൈൻ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ഓരോ മെലിഷ്യസ് നോക്കുമ്പോൾ CMD കമാൻഡ്സ് റൺ ചെയ്യുന്നത് കാണാം റീസെൻറ്റ് അപ്ഡേറ്റിൽ. സോ നമ്മൾ ആ പ്ലാൻ നമ്മൾ എന്തായിരിക്കും ചെയ്യാമെന്ന്, മേ ബി അത് മിസ്കോൺഫിഗറേഷൻ ആവാം, അല്ലെങ്കിൽ പുതിയ വൾണറബിലിറ്റി ആവാം, അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ അറ്റാക്ക് ആവാം. ഐ തിങ്ക് ഡിസൈൻ്റെ മിസ്കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, ഇൻകറക്റ്റ്. സോ ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ സപ്ലൈ ചെയിൻ അറ്റാക്കാണ്. ഓക്കെ, നമുക്ക് നമ്മളെ ഫ്ലാഗ് കിട്ടിയിട്ടുണ്ട്. തെറ്റൊക്കെ ആർക്കും പറ്റും. സോ അടുത്തെന്താ വെച്ചാൽ ഓക്കെ, ഇനി അടുത്തൊരു ഇതിലും പോവാണ്ടല്ലേ. ഓക്കെ, ഇനി ഇത് നമ്മൾ ചൂസ് ചെയ്ത പോലെ കറക്റ്റ് പോളിസീസ് നമ്മൾ ചൂസ് ചെയ്യാൻ പോവാണ്. സോ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് റെമിഡിയേഷൻ ആക്സസ് കൊടുക്കുക, സെക്യൂരിറ്റി ട്രെയിനിങ് ഫോർ IT, പിന്നെ പാച്ച് മാനേജ്മെൻറ്റ് പോളിസി കൊടുക്കും, വെബ്സൈറ്റ് റെസ്ട്രിക്ഷൻ, ഷെയർഡ് അക്കൗണ്ട്, സെക്യൂർ പാസ്വേഡ്, ആൻറ്റിവൈറസ് പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ, പിന്നെ ഇതിൽ നോക്കുമ്പോൾ സെക്യൂർ പാസ്വേഡ് പോളിസി ഇത്ര മതിയോ? 4 എണ്ണമാണ് വേണ്ടത്. 4 എണ്ണം. നമുക്ക് ട്രൈ ആക്കി നോക്കാം ശരിയാണോ എന്ന്. ഓക്കെ, ശരിയാണ്. സോ ഇതാണ് നമ്മളെ ഫ്ലാഗ്. ആൻഡ് so that's what we have done for this day 4. അങ്ങനെ നമ്മൾ ഡേ 4 ഓഫ് SOC level 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. So I hope you are getting through this video and understanding. So if you have any doubt you can comment, and that's it. So guys, see you tomorrow. Bye.